വിഭവങ്ങൾ തീരുന്നതും മാറിവരുന്ന കാലാവസ്ഥയുമൊക്കെ ഇനി വരുന്ന വർഷങ്ങളിൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ വെല്ലുവിളികളാകുന്നുണ്ട്. താമസിക്കാൻ പുതിയൊരു ഗ്രഹത്തിനായുള്ള തിരച്ചിൽ മനുഷ്യൻ ആരംഭിച്ചിട്ട് തന്നെ കാലം കുറേയായി. ഈ അടുത്ത കാലത്തായി കണ്ടെത്തിയ പ്രോക്സിമ ബി എന്ന ഗ്രഹം നമുക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹമാണ്. ഈ ഗ്രഹം സൂര്യനിൽ നിന്ന് 4.2 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവേഷകർ പറയുന്നത് ഭൂമി സൂര്യന്റെ എത്ര അടുത്താണോ സ്ഥിതി ചെയ്യുന്നത് അതിലും 20 മടങ്ങ് അരികെയാണ് പ്രോക്സിമ ബിയും അതിന്റെ നക്ഷത്രവും സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. സ്വാഭാവികമായും ആ ഗ്രഹത്തിന്റെ ഉപരിതല താപനില ഭൂമിക്ക് സമമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പ്രോക്സിമ ബിയിൽ വെള്ളം ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. വെള്ളമുള്ളത് കൊണ്ട് തന്നെ ജീവവ്യവസ്ഥയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2016 ചിലി ആസ്ഥാനമായുള്ള ഹാർപ്സ് ആണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. എന്നാൽ സ്വിസ് നിർമ്മിത എസ്പ്രസോ സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞതാണ് ഈ പുതിയ അനുമാനങ്ങൾക്ക് കാരണം. നക്ഷത്രങ്ങളിൽ നിന്നും മറ്റും ഗോളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക വികിരണത്തിന്റെ വർണ്ണരാജി കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ് സ്പെക്ട്രോഗ്രാഫുകൾ. 10 വർഷത്തോളം നീണ്ടുനിന്ന പരിശ്രമത്തിന്റെ ഫലമാണിതെന്ന് UNIGE ഫാക്കൽറ്റി ഓഫ് സയൻസിലെ ജ്യോതിശാസ്ത്ര വിഭാഗം പ്രൊഫസറും എസ്പ്രസോ നേതാവുമായ ഫ്രാൻസിസ്കോ പെപ്പെ പറഞ്ഞു. ഈ വിജയത്തിൽ തങ്ങൾ അതീവ സന്തുഷ്ടരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പൂർണ്ണമായും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഭൂമിയിലേക്ക് സൂര്യൻ അയക്കുന്നതിനേക്കാൾ 400 മടങ്ങ് കൂടുതൽ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് പ്രോക്സിമ സെന്റോറി അതിനടുത്തുള്ള ഗ്രഹങ്ങളിലേക്ക് അയക്കുന്നത്. അതിനാൽ പ്രോക്സിമ ബിക്ക് ഈ കിരണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടോ എന്നത് അന്വേഷിക്കണം. അടുത്ത തലമുറ സ്പെക്ട്രോഗ്രാഫുകൾക്ക് ഒരുപക്ഷെ ഇതിന് ഉത്തരം കണ്ടെത്താനാകും. എസ്പ്രസോയുടെ പിൻഗാമിയായ റിസ്ട്രെറ്റോ ഇതിനകം വികസിപ്പിച്ചതായും പറയപ്പെടുന്നു. മെയ് 26-നാണ് പ്രീപ്രിന്റ് സെർവറായ ARXIVയിൽ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതേസമയം നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് 2 ഗ്രഹങ്ങളെ ആദ്യമായി കണ്ടെത്തുന്നത് 1992-ലാണ്. പിന്നീട് ഇന്നുവരെ നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ ആയിരക്കണക്കിന് അന്യഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നുവരെ നമ്മുടെ സൂര്യനും ഭൂമിയും പോലെ അനുയോജ്യമായ ജീവന്റെ സാഹചര്യങ്ങൾ ഒത്തുചേർന്നൊരു ഗ്രഹം പോലും കണ്ടെത്താൻ നമുക്ക് ആയിട്ടില്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സങ്കീർണമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി ജീവൻ ഉടലെടുത്ത ഭൂമിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ഗ്രഹം ഇല്ല എന്നാണോ സൂചന? നക്ഷത്രങ്ങളോട് വളരെ അടുത്തുള്ള ചുട്ടുപഴുത്ത ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദൂരെയുള്ള വാതക ഭീമന്മാർ എന്നിങ്ങനെയാണ് പൊതുവെ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളിൽ ഉള്ളത്. ഭൂമിയെ പോലെ ജീവന് അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ നമ്മുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കുകയാണോ? എന്താണ് പ്രപഞ്ചശാസ്ത്രജ്ഞരിൽ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. അന്യഗ്രഹങ്ങളെ തേടാനുള്ള നമ്മുടെ സാങ്കേതിക വിദ്യ ഇപ്പോഴും പരിമിതം തന്നെയാണ്. അതുമാത്രമല്ല നമ്മുടെ ഭാവനയിലുള്ള അന്യഗ്രഹ ജീവികളെയും ജീവന്റെ സാഹചര്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ നേടുന്നത്. നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനുമാവില്ല.